ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ? ഇതാ നോക്കി, ആ സൗണ്ട് കേട്ടു നോക്കി, കണ്ടോ? നല്ല മുരുമുരാന്നിരിക്കണ ഉഴുന്നുവട. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. റെഡിയാക്കാം. അതിനായി ഞാൻ 4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ ഉഴുന്നാണ് കേട്ടോ. അതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇനി ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ഇച്ചിരി മതി. ഓക്കെ, നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. കണ്ടോ, വലിയ ലൂസൊന്നുമില്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി മെയിനായിട്ടുള്ള പരിപാടി നന്നായിട്ട് മിക്സാക്കാം. നന്നായിട്ട് മിക്സാക്കണം കേട്ടോ. കൈ കഴയ്ക്കണ വരെ മിക്സാക്കുക. കൈ കഴച്ച് ചെയ്യുമ്പോൾ കെട്ടിയവനെ വിളിക്കുക, അവരെ കൊണ്ട് മിക്സാക്കിപ്പിക്കുക. എന്നിട്ട് അതിലോട്ട് പൊടിയായി അരിഞ്ഞ സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സാക്കുക. മിക്സിങ് ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ. കാരണം എത്രയും മിക്സ് ചെയ്യണോ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ വട. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നല്ല കൈയൊക്കെ നന്നായിട്ട് നനച്ചെടുത്തിട്ട് ഒരു ഇച്ചിരി മാവെടുത്ത് നല്ല ഷേപ്പാക്കി, നല്ല ഹോളാക്കിയിട്ട് നല്ല ഷേപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എണ്ണയിലോട്ട് ഇടാം. നൈസായിട്ട് കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ എൻ്റെ. അതുകൊണ്ട് ഞാൻ ആ ഐഡിയ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത ഐഡിയ എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റീലിൻ്റെ അരിപ്പിടുക. അതൊന്ന് നനച്ചിട്ട് അതിലിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കൈയും പൊള്ളില്ല. ചെറിയൊരു പൊട്ടിത്തെറിയുണ്ട്, അത് അരിപ്പ നനച്ചു കൊടുക്കില്ല, അതാണ്. പക്ഷെ നല്ല ഷേപ്പിന് കിട്ടുന്നുണ്ട്, കണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വടയുടെ ഷേപ്പ് നോക്കി, അതിൻ്റെ ഹോളേ കാണുന്നില്ല. ഹോൾ എവിടെ പോയിരിക്കും? പക്ഷെ ഈ വട നോക്കി, അടിപൊളിയുണ്ടല്ലേ. നല്ല ഷേപ്പിന് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ വട മാത്രം വലിയ ഷേപ്പില്ല, കണ്ടോ? രസമില്ല അല്ലേ? ആ ഐഡിയ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഐഡിയ അടിപൊളി. അതിലാണ് ഞാൻ അങ്ങനെ എല്ലാ വടയും ഷേപ്പാക്കി പൊരിച്ചെടുക്കാം. ഓക്കെ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂടായി നല്ല മുരിഞ്ഞ വട കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ? നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.